Yes, what you see. Iceberg, right ahead! Thank you. നമ്മൾ കാണാത്ത കുറേയധികം ഫീച്ചേഴ്സ് ഇപ്പോഴും ഓഷ്യനിലുണ്ട്. കോണ്ടിനെൻറ്റിൽ നമ്മൾ കുറേ റിലീഫ് ഫീച്ചേഴ്സ് കാണാറുണ്ട്. അതിനെക്കാട്ടും ഫീച്ചേഴ്സ് ഉള്ളത് ഓഷ്യനിലാണ്. അപ്പോൾ ഓഷ്യനിലുള്ള മെയിൻ റിലീഫ് ഫീച്ചേഴ്സാണ് കോണ്ടിനെൻ്റൽ ഷെൽഫ്, സീ മൗണ്ട്, അബൈസൽ പ്ലെയിൻ, ഗിയോട്ട്, വോൾക്കാനിക് ഐലൻഡ്, മിഡ് ഓഷ്യൻ റിഞ്ച്, കോണ്ടിനെൻ്റൽ സ്ലോപ്പ് ഒക്കെ. കോണ്ടിനെൻ്റൽ ഷെൽഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോണ്ടിനെൻ്റ് കഴിഞ്ഞ് ഉടനെ വരുന്ന കുറച്ചൊരു ഭാഗമാണ്. ഇവിടെ നിന്നാണ് പെട്രോളൊക്കെ കുഴിച്ചെടുക്കുക. ഫോസിൽസൊക്കെ ഡെപ്പോസിഷൻ ഉണ്ടാകും അവിടെ. അപ്പോൾ പെട്രോളൊക്കെ കുഴിച്ചെടുക്കുക ഒരു ചെറിയ 1 ഡിഗ്രി ഗ്രേഡിയൻറ്റിൽ വരുന്നതാണ്. പിന്നെ കോണ്ടിനെൻ്റൽ സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടിയും ആ ഒരു ഇത് കഴിഞ്ഞിട്ട് ആ ഒരു ചെറിയ സ്ലോപ്പ് കഴിഞ്ഞിട്ട് വലിയൊരു സ്ലോപ്പ് വരുന്നതാണ് കോണ്ടിനെൻ്റൽ സ്ലോപ്പ്. അത് കഴിഞ്ഞ് വരുന്നതാണ് കോണ്ടിനെൻ്റൽ ചെറിയൊരു റൈസ് ഉണ്ടാകും. ഇതാണ് കോണ്ടിനെൻ്റൽ റൈസ്. അത് കഴിഞ്ഞ് അബൈസൽ പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീപ്പ് സീ ആയിട്ടുള്ള പ്ലെയിനാണ്. പിന്നെ ഗിയോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോണ്ടിനെൻറ്റിൻ്റെ അടിയിൽ വരുന്ന ഓഷ്യൻ്റെ അടിയിൽ വരുന്ന മൗണ്ടെയ്ൻസ് ആണ് ഗിയോട്ട്. ഈ ഫ്ലാറ്റ് ടോപ്പ് മൗണ്ടെയ്ൻസ് ആയിട്ടാവും വരിക. പിന്നെ വോൾക്കാനിക് ഐലൻഡ്സ് ഉണ്ട്. വോൾക്കാനിക് ഐലൻഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ബോൾ ഭാഗത്തേക്ക് ഇത്ര മാത്രമേ കാണുള്ളൂ. ഇതൊരു ഐലൻഡ് ആയിട്ട് വരും വോൾക്കാനോ ഒക്കെ വരുന്നത്. പിന്നെ മിഡ് ഓഷ്യാനിക് റിഡ്ജ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അറ്റ്ലാന്റിക് ഓഷ്യൻ്റെ ഇതിൽ വരുന്ന ഒരു ബിഗ്ഗസ്റ്റ് റിഡ്ജാണ്. ഇവിടുത്തെ 2 പ്ലേറ്റും ഈ 2 സൈഡിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ട് ഇവിടെ ഒരു പുതിയ ലാൻഡ് ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് മിഡ് ഓഷ്യാനിക് റിഡ്ജ്. കണ്ടോ, ഈ 2 സൈഡിലേക്കും തമ്മിൽ ഡൈവേർജൻ്റ് ആയിട്ട് പ്ലേറ്റ് ബൗണ്ടറീസ് പോകുമ്പം താഴെ നിന്ന് ആസ്തനോസ്ഫിയറിൽ നിന്ന് മാഗ്മ വന്നിട്ട് ഇവിടെ ഉണ്ടാകുന്നൊരു റിഡ്ജാണ് ഈ മിഡ് ഓഷ്യാനിക് റിഡ്ജ്.